കല്ലു എന്തിയാ? കല്ലു അവിടെ നിന്ന് കളിക്കുന്നു. ഒറ്റയ്ക്കാ? ഞാൻ നിന്നെ ഏൽപ്പിച്ചല്ല കല്ലൂനെ നോക്കണത്, പോയി വിളിച്ചോണ്ട് പോയിനെ. രണ്ടുപേരും ഇവിടെ പൊടി പൂരം ബഹളമായിരിക്കും ഇവിടെ. പക്ഷെ എന്റെ അമ്മേ, രണ്ടിനും മേയിച്ചോണ്ട് നടക്കണ പാടുണ്ടല്ലോ, ചെറിയ പരിപാടിയൊന്നുമല്ല. എന്താണ് ഇവിടെ രണ്ടുപേരും കൂടെ? എന്താ രണ്ടുപേരുടെ പരിപാടി? ഇത് കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? ഓ, ചേച്ചി അനിയത്തിക്ക് തലമുടി ജീവി കൊടുക്കണ? എന്ത് തലമുടി ജീവി കൊടുക്കാൻ പാടില്ലേ? ആയിക്കോ, എന്താന്ന് വെച്ചാ ആയിക്കോ. അവസാനം മുടി പിടിച്ചടിയാവരുത് രണ്ടും കൂടെ. എന്റെ പൊന്നമ്മ പോയിട്ട് നിന്റെ നെർലിൻ മോളുടെയോ അലീന മോളുടെ ഒക്കെ തല ജീവി കൊടുക്ക്. നിന്റെ ജീവിതം കൊണ്ടിന് അതേ ഒരു ഉപയോഗമുള്ളൂ മോനെ. ശിവ, കൊറേ ആവണുണ്ടേ, പിടിക്കണില്ല കേട്ടാ. ഞാൻ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വിഷമാവെന്ന് വരച്ചിട്ടാണ് ഞാൻ പറയാതിരിക്കണേ. നീ ഇപ്പൊ കൊറേ എന്നെ പറയാനുണ്ട്. നീ പലതും നിന്റെ മനസ്സിൽ പറയുന്നുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അല്ല, ഇപ്പൊ തന്നെ ഈ വീട്ടിലെ എല്ലാവരും ഇവര് സപ്പോർട്ടാണ്. ഞാൻ മാത്രമാണ് വല്ലപ്പോഴും കയറി വരുമ്പോഴത്തേക്കും എതിർത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് എന്താ മോന് ഞാൻ വരുന്നത് പിടിക്കുന്നില്ല. ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ മോനെ ഞാനേ നിന്റെ അടുത്ത് സംസാരിക്കാതിരിക്കണേയാണ് എനിക്ക് നല്ലത്. നീടായിട്ട് വാ തുറന്നാ ഫുള്ള് നെഗറ്റീവാണ്. ഞാൻ മാക്സിമം സംസാരിക്കുന്നു. എനിക്ക് നിന്റെ അടുത്ത് ഒന്നും സംസാരിക്കാനില്ല. നീ ആയിട്ടുള്ള കമ്പനി ഞാൻ നിർത്തി. അത്ര തന്നെ ഉള്ളൂ. നാരങ്ങ വെള്ളം. ഇതെന്തോന്നേ, കുപ്പിന്ന് ഭൂതോ? ഭൂതമല്ല, ഇല്ല. ലച്ചു, നീ കുടി. എനിക്ക് കുടിക്കാൻ തോന്നണല്ലോ ആന്റി. ഇതേ കേശിന് കൊടുത്തേരെ. കേസു, നീ കുടി. എനിക്കൊന്നും വേണ്ട. ശിവ, നീ കുടി. വേണ്ട ആന്റി. അതെന്ത് വേണ്ട ആന്റി? എന്ന് എടുത്ത് കുടിച്ചത്. ആന്റി ആ വെള്ളം തന്നെ ആന്റി. രണ്ടും ഒന്ന് കുടിച്ചിട്ട് പോയാൽ മതി. കുടിക്ക് കുടിക്ക് കുടിക്ക്, മൊത്തം കുടിച്ചോണത്. കുടിക്ക് കുടിക്ക് പൊന്നെ, കുടിക്കാം. 2 ഗ്ലാസും കൂടെ കുടിപ്പിക്കണം കേട്ടോ. ആഹാ, എല്ലാരും കൂടി ഇവിടെ വന്ന് കഥയും പറഞ്ഞിരിക്കുവാ. മീൻകറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാർക്കാ മീൻ പൊരിക്കണോന്ന് പറഞ്ഞത്? ഞാനാ പറഞ്ഞത്, ഇവക്ക് ഭയങ്കര ഇഷ്ടമാ. എന്നാ പിന്നെ എന്താ ഇവിടെ ഇരിക്കുന്നത്? അങ്ങോട്ടൊന്ന് പൊരിച്ചാട്ടെ. അല്ല, ഞാൻ ഇവളുടെ മുടി ചീവി കൊടുക്കുവായിരുന്നു. அப்படின்னா நான் வரேம்மா. കേസു, ഇത് കുടി കേസു. വേണ്ട ആന്റി, ഞാൻ വേണ്ടെന്ന് ഞാൻ പറഞ്ഞ. என்ன പച്ച വെള്ളം കൊടുത്താലും കുടിക്കാറവൻ തന്നെ. എന്നാച്ചു ഇപ്പൊ അവനക്ക്? വന്നവന് പച്ച വെള്ളം പോലെ സമാധാനത്തോടെ കുടിക്കാൻ പറ്റുന്നില്ലല്ലോ ആന്റി. അതല്ലേ അവസ്ഥ. ഞാൻ ഇനി ഇവിടെ ശരിയാവില്ല, ഞാൻ പോണം. ഓടിക്കോ. ശിവ, ഇത് നീ കുടി. 2 ഗ്ലാസ് കുടിക്കറേന്ന് തന്നെ சொன்னே. അപ്പൊ നീയേ കുടിച്ചുക്കോ. കുടിക്കാൻ ആരാ സഹായിക്കാൻ വരുന്നതെന്ന് വെച്ചാ അടുക്കളയിലോട്ട് വന്നോണം. താജ്മഹൽ കാണാൻ വിളിക്കണ പോലെ വിളിക്കണം. ഞാൻ പോയി ഹെൽപ്പ് പண்றேன். ഒരാള് താജ്മഹൽ കാണാൻ പോയി. നീ പോകുന്നുണ്ടോ താജ്മഹൽ കാണാൻ? ആന്റി എപ്പോഴും ഇങ്ങനെ തന്നെ. പിന്നെ ഞാൻ പറഞ്ഞെങ്കിൽ ഇപ്പൊ കുറച്ച് ഒതുങ്ങിയെന്ന് പറയുള്ളൂ. വന്ന സമയത്ത് എന്തായിരുന്നെന്ന് അറിയോ? ചേച്ചി, നെക്സ്റ്റ് ഒന്ന് ചെന്നൈയിരിക്കുവാ. എന്തേ? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ചുമ്മാ വാ, ഇങ്ങോട്ട് അടിച്ചു വിളിക്കാലോ. മറീന ബീച്ച് സെറ്റ് ചെയ്യാം. തിരിഞ്ഞിരി, മുടി പിന്നി തന്നിട്ട് ഞാൻ പോട്ടെ. എന്നിട്ടാ വെള്ളം കുടിക്ക്. ഓടാ, ശരി. നമുക്ക് എന്തിനാന്ന് വെച്ചാ ചെയ്യാം. ശരി ശരി, നീ പോയി, ഞാൻ വിളിക്കാം. ഇവാടേ എന്തിനാണ് ബുക്ക് വായിക്കണ? അല്ല, തുണി അലക്കുന്നു. തമാശ. ഒരു കാര്യം ചെയ്യ്, നമുക്ക് തുണിയൊക്കെ പിന്നെ ആയാലും അലക്കാല്ലേ. വാ, ഒന്ന് ജംഗ്ഷൻ വരെ പോട്ടെ. എന്തിന്? ആടി ഇവിടെ ഇരുന്നിട്ട് ബോറടിക്കണം. നമുക്ക് സിപ്പപ്പ് ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് വരാം. അതാ അവിടെ അലീനയും ബെർലിനെ വരാന്നെല്ലാം പറഞ്ഞ. നീ ആയിട്ട് വേണമെങ്കിൽ പോയി വാങ്ങിട്ട് വാ. അല്ല യേശു, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. എല്ലാവരുടെ നീ പടി 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 എന്ന് പറയുന്നുണ്ട്, നീ മാത്രം പഠിക്കുന്നത് കാണാനില്ലല്ലോടാ. ഞാൻ പഠിക്കണൊക്കെ ഉണ്ട്. എപ്പോ? അല്ല, പഠിച്ചാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിലും പഠിക്കാനൊന്നും ഇപ്പൊ കേശുവിന് സമയം ഉണ്ടാവില്ലല്ലോ. കേശുവേ, ഞാൻ സീരിയസ് ആയിട്ട് പറയുവാണ്. നീ ഇങ്ങനെ പഠിക്കാണ്ട് ഡിഗ്രിയും കംപ്ലീറ്റ് ആക്കാണ്ട് സപ്ലിയും വാങ്ങി ഒരു നിലനിലാവാണ്ട് ജോലി ഇല്ലാണ്ട് ആകപ്പാടെ മെന്റലി സീനായി ഇവിടെ കൂടെ അലഞ്ഞ് നടക്കണ കാണാനുള്ള അവസ്ഥ വരുത്തരുത് കേട്ടോ. നീ ചുമ്മാ ആറാൻ വാക്കൊന്നും പറയല്ലേ കേട്ടല്ലേ. ചുമ്മാ പറഞ്ഞടേ, അല്ലെങ്കിൽ ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നിനക്ക് പിടിക്കൂലല്ലോ. വേണ്ട, ഞാൻ പറയുന്നില്ല, നീ എന്റെ അടുത്തും പറയാൻ വരണ്ട. കഴിഞ്ഞു. ശിവ, എന്തോ ആ കൈയൊന്ന് കാണിച്ച മോളെ. അപ്പടി ഇന്ന് അകമൊക്കെ ഒന്നും ഞാൻ വെട്ടി തരട്ടെ. കുഞ്ഞിഞ്ഞ് കോളേജ് ഫസ്റ്റ് വരുവാണ്, കഷ്ടപ്പെട്ട് വളർത്തുവാ. ഇത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിക്ക് ക്യൂടെക്സ് ഒക്കെ ഇട്ട് തരാം. എന്തേ ഇതേപോലെ എന്തോ ഇത് നല്ലതല്ലേ? ഇതിനകത്ത് മുത്തൊക്കെ ഉണ്ട്. എനിക്ക് മുത്തുമ്പോ ഇവിടെ ഒന്നും വേണ്ട. ഇജ്ജാതി പച്ചൊന്നും എനിക്ക് വേണ്ട കേട്ടോ.
നോർമൽ കളർ ഉണ്ട്, അതിട്ട് തന്ന പ്രശ്നമില്ലല്ലോ. ആ അത് മതി. ആ ദേ ശിവ, നീ പോവാനുള്ള ബുക്ക് മിസ് ചെയ്താ? ഇത് നീ തിരിച്ച് ചെന്നൈയിലോട്ട് പോവാനുള്ള ബസ് ബുക്ക് ചെയ്തോ? ആ എന്റെ കാര്യമാണ് ഞാൻ ചെയ്തോളാം, ഇയാൾ ഇടപെടണ്ട. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.